ആവോ അതോ മാറ്റിക്ക് തന്നെ ചുരുട്ടേണ്ടി വരൂ? ഞാൻ സൂപ്പർ ഹിറ്റ് ആക്കി എടുക്കൂടെ? ഉറപ്പ് ഉറപ്പ്. പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. എന്തോ എങ്ങനെ? ഇവിടെ ആരും അവനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അവന്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. ഈച്ച് ആൻഡ് എവറി വേർഡ് കൗണ്ട്സ്. സൂപ്പർ സൂപ്പർ. ഇതൊരു കലക്കും. ഇതോ എന്തേ പിടിച്ചില്ലേ? നമ്മൾ അതും ഇതും പറഞ്ഞു വെറുതെ നേരം കളയണ്ട. ഉള്ള കാര്യം നേരെ അങ്ങ് പറയുകയാണ്. പടം പൊട്ടും. ആവശ്യത്തിനുള്ളത് പോലും പറഞ്ഞില്ലല്ലോ. ഈ പടം എങ്ങനെ റിലീസ് ചെയ്താൽ ഇറങ്ങുന്ന തിയേറ്ററിൽ പോയി നോക്ക്. അവിടെ കേൾക്കുന്ന അനാവശ്യമായിരിക്കുള്ള അനാവശ്യം. കുറെ ചോന്നുറുമ്പുകൾ വിചാരിച്ചാൽ ഒരു പാമ്പിനെ കൊല്ലാമെന്നും ചുള്ളിക്കമ്പുകൾ ചേർത്ത് വെച്ചാൽ ബലം കൂട്ടാമെന്നും ഒക്കെ പറയുന്നത് വെറും കഥയാടാ. സംശയമുണ്ടോ? ഇതാ പറയണത്, എലി എത്ര മതിച്ചാലും പുലിയാകുകയില്ലെന്ന് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ സത്യം. വിളിച്ചോ, എവനെ വേണമെങ്കിലും വിളിച്ചോ. നീ 8 നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവസാനം നീ കരയും മോനെ. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അല്ല ഞാൻ താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാ നോക്കണെന്തിനാ? വല്ലാത്തൊരു സൂക്കറാണല്ലോ. കാണാടാ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. യുദ്ധത്തിനാണെങ്കിലും സമാധാനത്തിനാണെങ്കിലും ജോർജിനൊപ്പം മാർക്കുണ്ട്. നീ കണ്ടതെന്താണെന്ന് പറ. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. इंडियन सिनेमा में सबसे टॉप पे जो किसी का पैर कटना, किसी का हाथ कटना, किसी का गले कटना जबरदस्त लगा. वायलेंस वाला है, फुल वायलेंस है उसमें. एनिमल से तो भाई डबल है भाई, इतना गांठ पड़ रहा है. चलते चले क्या चीज बना दिया इंडिया में, ऐसा कभी देखा ही नहीं था भाई. मजा आ रहा है यार, दिल जीत लिया हमारा. അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു. ജൈവിളി അങ്ങ് കവല വരെ ഉണ്ടായെന്നാ കേട്ടത്. കേരളത്തിൽ മാത്രമല്ല മാർക്കോ ഇന്ന് ഹിന്ദിയിലും ചർച്ചയാവുകയാണ്. അഴിക്കും തോറും മുറുകി മുറുകി വരുന്ന കുരുക്ക് അതാ. നീ നിനക്ക് സംതൃപ്തിയായിട്ടാ ചതിയോ? എന്തിനാടാ എന്നെ കൊല്ലാനായി കാലനായിട്ട് അവതരിച്ചിരിക്കുന്നത്? മാർക്കോയ്ക്ക് ഹിന്ദിയിൽ മാത്രം നിരവധി ഷോകളാണ് പുതുതായി ചേർക്കപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആ രേഖ എന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് കാണണോ? കാണാം. എന്റെ മാതാവേ, ഞങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടുണ്ട് ബാക്കി. തായ് വേര് വരെ ഇറക്കും, എന്നിട്ടേ ചാകും. സിനിമ റിലീസായി 2 ആഴ്ച പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ 73 കോടി രൂപയ്ക്ക് മുകളിലാണ് ബോക്സ് ഓഫീസിൽ മാർക്കോ സ്വന്തമായിരിക്കുന്നത്. എന്റെ ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിന്റെ വീക്ഷണകോണകത്തിൽ നിന്ന് നോക്കുമ്പോ നാട്ടിൽ ഇതുവരെയുള്ള മുഴുവൻ റെക്കോർഡും തകർക്കുമെന്ന് എനിക്കറിയാം. ഇത് വെറും ഒരു സൂചന മാത്രം. നാളെ തെലുങ്കിൽ റിലീസാണ്, തമിഴിൽ 3-ാം തീയതി. പൊളിക്കാം, പൊളിച്ചട്ടിക്കിരിക്കും. യെസ്. ചോനുറുമ്പുകൾ വിചാരിച്ചാൽ ഒരു പാമ്പിനെ കൊല്ലാമെന്നും ചുള്ളിക്കമ്പുകൾ ചേർത്ത് വെച്ചാൽ അവയ്ക്ക് ബലം കൂടുമെന്ന് പറയുന്നത് വെറും കഥയല്ല. ഇതാണ് സത്യം. ഞെട്ടിക്കുന്ന മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കും അലയടിച്ചോണ്ടിരിക്കുക. എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇപ്പൊ ഇതാ. ഏത്? ലാസ്റ്റ് ക്ലൈമാക്സിൽ നമ്മുടെ വില്ലനെയൊക്കെ ഭീകരമായിട്ടാ കൊല്ലുന്നത്. എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ എന്റെ വക്കീലെ. അതായത് അഭിമന്യുവിനെ ആയിരുന്നാലും ഹാർട്ട് എടുത്ത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഫുൾ ബോഡി ഓപ്പൺ ആക്കുന്ന അവസ്ഥയുണ്ട്. നമ്മുടെ മെയിൻ വില്ലന്റെ കബീർ സിംഗിന്റെ ഹെഡ് കട്ട് ചെയ്ത് മാറ്റുന്ന മാത്രമേ ഉള്ളൂ. സംഗതി അതൊന്നും അല്ല കേട്ടോ. ശരിക്കും തല കട്ടായി പോയ ശേഷം ഈ തല അടിച്ചു പൊടിക്കുന്നുണ്ട്. പ്രഷറിന്റെ ഗുളിക എടുത്തേ. തലയെ മൊത്തത്തെ അടിച്ച് പൊട്ടിച്ചിട്ടാണ് ഇവര് തിരിച്ചു പോകുന്നത്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ നമുക്കിവിടെ അനുവദീയമല്ലാത്തോണ്ട് കട്ടായതാണ്. എന്റെ തല കറങ്ങുന്നല്ലോ കൂട്ടുന്നേരെ.
തന്റെ തലയല്ലേ കറങ്ങുള്ളൂ. എനിക്കിത് കേട്ടിട്ട് എന്റെ ദേഹം മുഴുവൻ കറങ്ങും. ഇയാള് ഭയങ്കരനാട്ടാ, ഭയങ്കരനാ. പിച്ചുലായി പോയാറും ടീമന്ത. ഈ കാലഘട്ടത്തിനിടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രേക്ഷകൻ ഇതൊക്കെയാണ് ഇഷ്ടം എന്ന മുൻവിധിയോടുകൂടി സിനിമയെ സമീപിച്ചിട്ട് കാര്യമില്ലെന്നാണ്. പ്രേക്ഷകൻ എന്ത് കാണണമെന്ന് സംവിധായകന് തീരുമാനിക്കാൻ കഴിയണം. ആട്ടിൻകുട്ടിയെ അറുത്ത് മാംസം ഭക്ഷിച്ചവർ അറിയണം അതിനും ഒരു ഇടയനുണ്ടായിരുന്നുവെന്ന്. നിങ്ങൾ മരണമാസല്ല കൊല്ലമാസം. തല ഉയർത്തി പിടിച്ച് ശരിയടാ ഞങ്ങളുടെ സിനിമയടാ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സിനിമ. പിന്നെന്താ, ഇനി ഇതുപോലെ എത്ര എണ്ണം വരുമെന്ന് ആർക്കറിയാം. മാർക്കോടെ മാർക്ക് അവിടെ തന്നെ ഉണ്ടാവും. നാളെ